ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഒരു സർക്കാർ ജോലി എന്ന വലിയ ലക്ഷ്യം പൂർത്തിയാക്കാൻ അഹോരാത്രം പണിപ്പെടുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കുമൊപ്പം ഞാനും എൻ്റെ ചാനലും ഡ്രീം PSC വിത്ത് മീ. നിങ്ങൾക്കറിയാം, ഇപ്പോൾ LDC ഏകദേശം പകുതിയോളം ജില്ല, അത്ര വന്നില്ല എങ്കിലും 5-6 ജില്ലകളിലെ കട്ട് ഓഫും ഷോർട്ട് ലിസ്റ്റും ഒക്കെ പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ കട്ട് ഓഫ് മാർക്കിനേക്കാൾ ഉപരി നമ്മളെല്ലാം ചിന്തിപ്പിച്ച ഒരു ഘടകം മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവരുടെ എണ്ണമാണ്. ശരിക്കും പറഞ്ഞാൽ മെയിൻ ലിസ്റ്റിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ പകുതി പേരെ മാത്രമാണ് ഓരോ ജില്ലകളിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം മറ്റൊന്നുമല്ല, സാധാരണക്കാരൻ കാലാകാലങ്ങളായിട്ട് ഏറ്റവും അധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന 2 പരീക്ഷകളാണ് LD ക്ലർക്ക് പരീക്ഷയും LGS പരീക്ഷയും. ലാസ്റ്റ് ഗ്രേഡ് സർവൻ, ലോവർ ഡിവിഷൻ ക്ലർക്ക്. ഒന്നിന് 7ാം ക്ലാസ് യോഗ്യത, ഒന്നിന് 10ാം ക്ലാസ് യോഗ്യത. അപ്പോൾ സാധാരണക്കാരന് മാറ്റുരയ്ക്കാൻ പറ്റിയ പരീക്ഷ. പൊതുവേ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ പുതിയ തലമുറ മറ്റ് രാജ്യങ്ങളിലേക്ക് ചേക്കേറുമ്പോൾ പഴയ തലമുറയാണിപ്പോഴും PSCയുമായിട്ട് മല്ലിട്ട് മുന്നോട്ട് പോകുന്നത്. അതെനിക്കും നിങ്ങൾക്കും ഒക്കെ അറിയാം. അതുകൊണ്ട് തന്നെ അപേക്ഷകരുടെ എണ്ണം വളരെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ മത്സരം കടുക്കുന്നു, കട്ട് ഓഫ് ഉയർന്നു തന്നെ നിൽക്കുന്നു. അതിൻ്റെ റീസൺ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നവരുടെ എണ്ണം തീരെ കുറയുന്നു. ഇതിന് PSC പറയുന്ന ന്യായം, പണ്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ട ജോലി ഉറപ്പില്ല, ഇന്ന് ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ ജോലി ഉറപ്പാകും എന്നുള്ളതാണ്. കാരണം വെട്ടിക്കുറച്ച സ്ഥിതിക്ക് അത്രയും ആൾക്കാർക്ക് ജോലി കൊടുക്കത്തക്ക രീതിയിലാണ് PSC ലിസ്റ്റ് ഇടുന്നതെന്ന്. ആ പ്രതീക്ഷയോടെ കാത്തിരുന്ന കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിലെ ആൾക്കാരുടെ അവസ്ഥയിലേക്കാണ് ഈ തൊഴിൽ വീതിയുടെ വാർത്ത ശ്രദ്ധ ചൂണ്ടുന്നത്. LDC LGS ഈ പോക്ക് സങ്കടകരം. റാങ്ക് ലിസ്റ്റ് അവസാനിക്കാൻ ഇനി 5 മാസം, അതായത് ഒരു ലിസ്റ്റ് ജൂലൈയിലും ഒരു ലിസ്റ്റ് ഓഗസ്റ്റിലും അവസാനിക്കും. 50% പോലും നിയമനം എത്തിയിട്ടില്ല. അതായത് പകുതി പേർക്ക് പോലും ജോലി കൊടുക്കാൻ PSCക്ക് സാധിച്ചിട്ടില്ല. സുപ്രധാന തസ്തികകളായ LD ക്ലർക്ക്, ലാസ്റ്റ് ഗ്രേഡ് സർവൻ എന്നിവയുടെ റാങ്ക് ലിസ്റ്റുകൾ ഇനി 5 മാസം കാലാവധി ശേഷിക്കെ നിയമന ശുപാർശയിൽ ഗണ്യമായ കുറവ്. അത് പരിഹരിക്കാൻ സർക്കാരും PSCയും ശ്രദ്ധിക്കണം. കറക്റ്റായിട്ട് ശമ്പളം കൂട്ടുന്നുണ്ട്, അവരുടെ ആനുകൂല്യങ്ങൾ കൂട്ടുന്നുണ്ട്, പക്ഷേ നിയമനങ്ങൾ മാത്രം താഴേക്ക് പോകുന്നു. നിലവിൽ ലിസ്റ്റ് വന്നിട്ട് 2.5 വർഷം കഴിഞ്ഞു. 40% പേർക്ക് പോലും നിയമന ശുപാർശ ലഭിച്ചിട്ടില്ല. പ്രായപരിധി അവസാനിച്ചതുകൊണ്ട് ഇനിയൊരു പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ഇനിയൊരു അംഗത്തിന് ബാല്യമില്ലാത്തവരാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട് അവസര നിയമനം കാത്തിരിക്കുന്ന ഏറെ പേരും. കാലാവധിക്കുള്ളിൽ പരമാവധി ഒഴിവ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ലെങ്കിൽ ഇവർക്കൊക്കെ നിരാശ നേരിടേണ്ടി വരും. ഏറ്റവും കൂടുതൽ നിയമന പ്രതിസന്ധി ലാസ്റ്റ് ഗ്രേഡിലാണ്. ഇനിയും തുടരുന്ന കാലത്തും അങ്ങനെ തന്നെയാവും. കാരണം പല ഓഫീസുകളിലെയും ലാസ്റ്റ് ഗ്രേഡ് തസ്തിക വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുന്നു. കൂടുതലും കമ്പ്യൂട്ടറൈസ്ഡ് ആയപ്പോൾ വലിയ ഫയലുകൾ ചുമക്കേണ്ടയോ ഇതൊക്കെ ശേഖരിച്ച് വെക്കേണ്ടയോ ആയ ജോലികളെല്ലാം കുറഞ്ഞു. എല്ലാം കമ്പ്യൂട്ടറിലുണ്ട്. LD ക്ലർക്കുമാർ മതി എന്നുള്ള കൺസെപ്റ്റിലേക്ക് മാറുന്ന ഒരവസ്ഥ. LD ക്ലർക്ക് റാങ്ക് ലിസ്റ്റിൽ നിലവിൽ വന്നത് 2022 ഓഗസ്റ്റ് 1. 14 ജില്ലയിലുമായിട്ട് 23,518 പേർ ഉൾപ്പെട്ടു. ഇതിൽ 9,500 പേർക്കാണ് ഇതുവരെ ശുപാർശ ലഭിച്ചത്. 2000-ഓളം NJD ഒഴിവും കൂടെ റിപ്പോർട്ട് ചെയ്തിട്ടാണ് ഇത്രയും ശുപാർശ ലഭിച്ചത്. ജൂലൈ 31 ഈ റാങ്ക് ലിസ്റ്റ് അവസാനിക്കും. LGSനെ പറ്റി പറഞ്ഞാൽ നിയമനം ഒട്ടും ആശാവഹമല്ല. 2022 ജൂലൈ 18 നിലവിൽ വന്നു. ജൂലൈ 17 ലിസ്റ്റ് അവസാനിക്കും. 14 ജില്ലകളിൽ നിന്നും 16,227 പേരുൾപ്പെട്ട ലിസ്റ്റിൽ 6,500 പേർക്ക് ശുപാർശ ലഭിച്ചു. ഇതിൽ 830, അതായത് 1000-ഓളം NJD ഒഴിവുകളും ഉൾപ്പെടുന്നു. മുൻപൊക്കെ LDC LGS പരീക്ഷകളിൽ റാങ്ക് ലിസ്റ്റിൽ നിന്ന് 10,000 മുതൽ 15,000 പേർക്ക് വരെ നിയമന ശുപാർശ ലഭിച്ചു. അടുത്തിടെ ഒഴിവുകളുടെ എണ്ണം വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യുന്നത് കുറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധി കാരണം പുതിയ തസ്തിക സൃഷ്ടിക്കുന്നതിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണമാണ് ഈ വലിയ ഇടിവിന് കാരണം. എന്തു തന്നെ ആവട്ടെ, ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേയേറെ ജോലികൾ കമ്പ്യൂട്ടറൈസ്ഡ് ആയപ്പോൾ ജീവനക്കാരുടെ എണ്ണം വെട്ടിച്ചുരുക്കാമെന്നുള്ള അവസ്ഥയിലേക്ക് എത്തിക്കാണാം. എങ്കിലും
ആ 10,000 ഒരുപാട് താഴാതെ ആ ഒരു ലെവലിൽ 10 മുതൽ 15 എന്നുള്ളത് ഒരു 12,000 പേർക്കെങ്കിലും LD ക്ലർക്കിലും ഒരു 8,000 9,000 പേർക്കെങ്കിലും LGSലും ജോലി കൊടുക്കാൻ ഇതിനകം പറ്റേണ്ട സാഹചര്യം കഴിഞ്ഞു. LDC ലാസ്റ്റ് ഗ്രേഡ് തസ്തികകളിലെ താൽക്കാലിക നിയമനങ്ങളും PSC നിയമനത്തിന് വിലങ്ങുതടിയാവുന്നുണ്ട്. റാങ്ക് ലിസ്റ്റ് നിലവിലുള്ളപ്പോൾ താൽക്കാലിക നിയമനങ്ങൾ പാടില്ലെന്നാണ് വ്യവസ്ഥ. പക്ഷേ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയും അല്ലാതെയുമൊക്കെ താൽക്കാലിക നിയമനങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കുള്ള തിരിച്ചടിയാണ്. ഇത് കൂടുതൽ നടക്കുന്നത് LDCയേക്കാൾ ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റ് തസ്തികയിലാണ്. നിലവിലുള്ളതും ലിസ്റ്റിൻ്റെ കാലാവധിക്കുള്ളിൽ പ്രതീക്ഷിക്കുന്നതായ ഒഴിവുകളും NJD ഒഴിവുകളും എത്രയും വേഗം PSCയിൽ റിപ്പോർട്ട് ചെയ്യാൻ വകുപ്പുകൾ തയ്യാറായാൽ കുറച്ചു കൂടുതൽ ആൾക്കാർക്ക് ജോലി ലഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇല്ലെങ്കിൽ കൃത്യമായ ഇടവേളകളിൽ പരീക്ഷ നടക്കുന്നു, റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നു എന്നൊരു വഴിപാട് നടക്കുന്നതല്ലാതെ നമുക്ക് ജോലി ലഭിക്കാൻ സാധ്യത തീരെ കുറയും എന്ന അവസ്ഥയെക്കുറിച്ചാണ് ഇത് ഈ ഒരു വാർത്ത തൊഴിൽ വീഥി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇത് അധികാരികളുടെ കണ്ണിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് സമാശ്വസിക്കാം. ഇതേ അവസ്ഥയാണ് ഇനി ലിസ്റ്റിൽ വരാൻ പോകുന്നവരുടെയും. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പരീക്ഷ 2027 LDC ആണ്. ഇപ്പോഴേ കച്ചകെട്ടി ഇറങ്ങിയാലേ നടക്കൂ. കാരണം ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ പോരാ. ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ ജോലി കിട്ടുമെന്ന് ഉറപ്പില്ല. ആദ്യം 100 റാങ്കിൽ വരണം. നിങ്ങൾക്കറിയാം, പല ജില്ലകളിലും ഇപ്പോൾ വന്നിരിക്കുന്ന കട്ട് ഓഫ് 59, 64, 72 റേഞ്ച് വരെ വന്നു തിരുവനന്തപുരം. അപ്പോൾ ആ 72 റേഞ്ചിനുള്ളിൽ അല്ലെങ്കിൽ അതിന് മുകളിൽ കിട്ടിയവരാണ് ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന 1200 പേരും അല്ലെങ്കിൽ 1000 പേരും. അപ്പോൾ അതിൽ 100 പേരാകണമെങ്കിൽ നമുക്ക് 80-ന് മുകളിൽ മാർക്ക് വേണം, അല്ലെങ്കിൽ 85-ന് മുകളിൽ മാർക്ക് വേണം. ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങാനായി പരിശ്രമം നടത്തുക. LDC ലക്ഷ്യം വെച്ച് പഠിക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. LGSന് ഇനി ഒഴിവുകൾ വീണ്ടും കുറഞ്ഞുകൊണ്ടിരിക്കും. 3 വർഷമൊക്കെ LD ക്ലർക്ക് പഠിക്കാൻ സമയമുണ്ട്, ധാരാളമുണ്ട്. പലരും പറയുന്നത് LD ക്ലർക്ക് പരീക്ഷയിൽ ഇംഗ്ലീഷ് മലയാളമൊക്കെ പഠിക്കണം. ഇതൊക്കെ വളരെ സിമ്പിളാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം മറ്റൊന്നുമല്ല, GK വിഭാഗത്തിൽ വരുന്നത് പോലെ എപ്പോഴും വ്യത്യസ്തമായ ചോദ്യങ്ങളൊന്നും വരാൻ ഇംഗ്ലീഷിലില്ല. സ്ഥിരമായിട്ടൊരു ചോദ്യശൈലിയാണ്. ഒന്നുകിൽ ആൻറ്റോണിം അല്ലെങ്കിൽ സിനോണിം, വൺ വേഡ്, ഫോറിൻ വേഡ്, ജെൻഡർ, മസ്കുലിൻ, ഫെമിനിൻ, സിംഗുലർ, പ്ലൂറൽ, റിപ്പോർട്ടഡ് സ്പീച്ച്, ടാഗ്, ഇങ്ങനെ ഒരു 10-20 പാറ്റേൺ ഉണ്ട്. ഇതിൽ നിന്നാണ് എപ്പോഴും ഇംഗ്ലീഷിൻ്റെ 10 ചോദ്യങ്ങളുണ്ടാവുക. ഇതിന് നിങ്ങൾ പ്രീവിയസ് ഇയർ ചോദ്യപേപ്പർ നന്നായി പഠിക്കുക. അതുകൂടാതെ ഇപ്പോൾ ചോദിക്കുന്ന പരീക്ഷകളിലെ സെപ്പറേറ്റ് ആയിട്ടുള്ള കുറച്ച് വാക്കുകളും പഠിക്കുക. ഇതേ രീതി തന്നെയാണ് മലയാളത്തിൻ്റെയും മാത്സിൻ്റെ അവസ്ഥ. ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷ് 10 മാർക്ക്, മലയാളം 10 മാർക്ക്, കണക്ക് 10 മാർക്ക്, ആനുകാലികം 10 മാർക്ക്, സയൻസ് 10 മാർക്ക്, കമ്പ്യൂട്ടർ 5 മാർക്ക്. ഈ 55 മാർക്കിലായിരിക്കണം നിങ്ങൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ആ 55-ൽ 50 നേടാൻ സാധിച്ചാൽ ബാക്കിയുള്ള 45-ൽ മുൻവർഷ ചോദ്യപേപ്പറും മറ്റു കാര്യങ്ങളും ഒക്കെ വായിച്ചു പോയാൽ, അതല്ലെങ്കിൽ കൃത്യമായിട്ട് നമ്മളിപ്പോൾ നടത്തുന്ന GKയുടെ 1000 ദിവസത്തെ സ്റ്റഡി പ്ലാൻ കണ്ടുപോയാൽ ഒരു 25 മാർക്കൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും. ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ പറയുന്നത്. നല്ല രീതിയിൽ പഠിക്കുക, നന്നായി പ്രിപ്പയർ ചെയ്യുക. 3 വർഷം കഴിഞ്ഞുള്ള പരീക്ഷയ്ക്ക് ഇപ്പോഴേ പ്രിപ്പറേഷൻ ആരംഭിച്ചാൽ LD ക്ലർക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടും, ഉറപ്പാണ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.